ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിൽ നവീകരിച്ച പ്രാർത്ഥന ഹാൾ സമർപ്പിച്ചു. ഗാന്ധിഭവൻ ലോകത്തിന് മാതൃകയെന്ന് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. 2000-ലധികം അനാഥർക്ക് അന്നവും വസ്ത്രവും അഭയവും സ്നേഹവും നൽകി സംരക്ഷിക്കുന്ന ഗാന്ധിഭവൻ ലോകത്തിനാകെ മാതൃകയാണെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി അഭിപ്രായപ്പെട്ടു. വേളമാനൂർ ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിലെ നവീകരിച്ച പ്രാർത്ഥന ഹാളിന്റെ ഭദ്രദീപ പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളെ കാണുവാൻ, ഈ അമ്മമാരെയൊക്കെ കാണുവാൻ സാധിച്ചത് ഇവിടെ ഇരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരാണെന്ന് വിചാരിച്ചു. സഹോദരിമാരെയും കാണുവാൻ സാധിച്ചു. ഇവിടുത്തെ എല്ലാ ചുമതലക്കാരെയും കാണുവാൻ സാധിച്ചു. ഏറ്റവും അഭിനന്ദനായ തിരുമേനിയോടൊപ്പം ഈ വേദി പങ്കിടുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സന്നിധിയിലിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം 2026 ജൂലൈ 28 ചൊവ്വാഴ്ച രാവിലെ 11-ന് സ്നേഹാശ്രമം ഹാളിൽ നടന്ന ചടങ്ങിൽ ചാത്തന്നൂർ വേളമാനൂരിലെത്തിയ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയെ ഹോരക്കാട്ട് ഇല്ലം പരമേശ്വരൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി വാദ്യമേളങ്ങളോടെ സ്വീകരിച്ചു. മാതാപിതാക്കളുടെ പാവന സ്മരണയിൽ സ്നേഹോപഹാരം. കിഴക്കേനേല എള്ളുവിള ശ്രേയസിൽ പരേതനായ ശ്രീധരൻ പിള്ളയുടെയും രമാശ്രീയുടെയും പാവന സ്മരണയ്ക്കായി അവരുടെ മകൻ എസ് സഞ്ജയ് കുമാറാണ് 6 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രാർത്ഥന ഹാൾ നവീകരിച്ച് നൽകിയത്. കഠിനമായ ചൂടിൽ നിന്നും അന്തേവാസികൾക്ക് ആശ്വാസമേകാൻ മികച്ച താപപ്രതിരോധ ശേഷിയുള്ള സാൻഡ്വിച്ച് പാനലുകൾ പാകിയാണ് ഹാൾ മനോഹരമാക്കിയത്. ദിവസവും സർവമത പ്രാർത്ഥന നടത്തുന്ന ഈ പ്രാർത്ഥനാ മണ്ഡപം സമർപ്പിച്ച സഞ്ജയ് കുമാറിനെയും കുടുംബത്തെയും സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയും ഗാന്ധിഭവൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാഹിദ കമാലും ചേർന്ന് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. അന്തേവാസികൾക്ക് തണലൊരുക്കുന്ന സ്നേഹാശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി കല്ലുവാതുക്കൽ എനർജി കാസ്റ്റിൽ ഉടമ MP ജയകുമാർ സോളാർ ലൈറ്റ് സംഭാവനയായി നൽകി. സ്നേഹാശ്രമം ചെയർമാൻ B പ്രേമാനന്ദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്തനാപുരം ഗാന്ധിഭവൻ ചെയർപേഴ്സണും മുൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗവുമായ അഡ്വക്കേറ്റ് ഷാഹിദ കമാൽ ആമുഖ പ്രഭാഷണവും സ്നേഹാദരവ് സമർപ്പണവും നിർവഹിച്ചു. പത്തനാപുരം ഗാന്ധിഭവന്റെ 24 ശാഖകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. 25ാമത്തെ ശാഖ ഓഗസ്റ്റ് മാസം 17-ാം തീയതി, അതായത് ചിങ്ങം 1-ന് നമ്മള് കടയ്ക്കൽ മണലുകൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എനിക്ക് വലിയ സന്തോഷമുള്ളത് 7 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞാണ് ഗാന്ധിഭവൻ സ്നേഹാശ്രമം. പക്ഷേ ആ 7 വർഷം കൊണ്ട് ഏതെല്ലാം തരത്തിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഇതിന്റെ ഭാരവാഹികൾ തെളിയിച്ചു വരികയാണ്. ഏറ്റവും വിശിഷ്ടരായ വ്യക്തികളെ കൊണ്ടുവരിക, ഈ സ്ഥാപനത്തിന്റെ വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഇവിടുത്തെ അച്ഛനമ്മമാരുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാം ഏതെല്ലാം വ്യക്തിത്വങ്ങളെ കൊണ്ടുവരികയും അവരുടെ എല്ലാം സഹായ സഹകരണങ്ങളോടുകൂടി ഇവിടെ തന്നെ ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന ഇവിടെ ഇത്രയും പേരുടെ സമൂഹ വിവാഹം പക്ഷേ വേളമാനൂരിന്റെ ചരിത്രത്തിലെ കഥയാണ് കൊടുക്കുന്നത്. നാളെ ആരെങ്കിലും വേളമാനൂരിന്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ അതിൽ അടയാളപ്പെടുത്തും അത്രമാത്രം സമ്പന്നമായ ഒരു വിവാഹ ചടങ്ങാണ് നടത്തിയത്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ തൊട്ട് പുലവയുമായി വലിയ ആഘോഷമായിട്ട് ഈ നാടിനെ ഇളക്കി മറിച്ച ഒരു സമൂഹ വിവാഹമായിരുന്നു. അങ്ങനെ മികവുറ്റതായ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ, കാരണം എങ്ങനെ ആശയം ഉണ്ടാകാതിരിക്കും? ഇതിന്റെ അകത്തെ ഭാരവാഹികളെല്ലാം ഓരോ മേഖലയിലും അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ്. പത്മാലയം രാധാകൃഷ്ണൻ സാറ്, ഇവിടെ പ്രേമാനന്ദ് സാർ പറഞ്ഞു ദേശീയ അധ്യാപകരുടെ ദേശീയ പുരസ്കാരം. സത്യം പറഞ്ഞാൽ രാധാകൃഷ്ണൻ സാറിന്റെ ഫോൺ വരുമ്പോ തന്നെ ഒരു കുട്ടിയെ പോലെ എനിക്ക് പേടിയാണ്. ഒരു കർക്കശക്കാരനായ ഒരു അധ്യാപകൻ അല്ലെ? തീർച്ചയായിട്ടും ആ കർക്കശം തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തിയാകുന്നത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്നേഹാശ്രമം ഡയറക്ടർ പത്മാലയം R രാധാകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി PM രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പ്രാർത്ഥന ഹാൾ നിർമ്മിച്ചു നൽകിയ S സഞ്ജയ് കുമാർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെ ആവുന്നത്ര ഇങ്ങനെ ഇതിൽ കൊണ്ടുവന്ന് കാണിച്ച് അവർക്കും അങ്ങനെ എനിക്കുണ്ടായ അവർക്കും ഉണ്ടാവട്ടെ.
എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വർക്കിംഗ് ചെയർമാൻ തിരുവോണം രാമചന്ദ്രൻ പിള്ളൈ, അഡ്വക്കേറ്റ് ഫൈസി, വേളമാനൂർ ഉണ്ണികൃഷ്ണൻ പിള്ളൈ, ഓഡിറ്റർ KM രാജേന്ദ്രകുമാർ, ആലപ്പാട്ട് ശശിധരൻ, G രാമചന്ദ്രൻ പിള്ളൈ, RD ലാൽ, ഡോക്ടർ രവിരാജ്, മൈത്രി, പത്മകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അശ്വതി VS പ്രാർത്ഥന നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.